കാസർഗോഡ് പെരിയയിലെ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചപ്പോൾ അവരുടെ അമ്മമാർ പൊട്ടിക്കരഞ്ഞുവത്രേ. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കൾ അറിയാതെ പറ്റിപ്പോയതല്ല, അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി, ആഴ്ചകളും മാസങ്ങളും ഗൂഢാലോചന നടത്തി 2 യുവാക്കൾ വരുന്ന വഴിയിൽ മറഞ്ഞിരുന്ന് അവരെ വെട്ടി തുണ്ടം തുണ്ടമാക്കി കൊലപ്പെടുത്തിയ കേസിലാണ് നിങ്ങളുടെ മക്കളെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ആ മക്കളുടെ 2 അമ്മമാർ ഇന്നും കണ്ണീര് തോരാതെ 6 വർഷമായി അവരുടെ വീട്ടിൽ കഴിയുകയാണ്. അവർ 2 ദിവസം മുമ്പ് അവരൊന്ന് പുറത്തിറങ്ങി. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ മക്കൾക്ക് തൂക്കുകയറ് കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കല്യോട്ട് അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അമ്മയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കിയേ. നല്ല വിധി വരും തന്നെ പ്രതീക്ഷ. ദൈവത്തോട് അങ്ങോട്ട് ഇന്ന് വരെ പ്രാർത്ഥിക്കുന്ന അതന്നെ, നല്ല വിധി വരും, ഉറപ്പുണ്ട്. തക്കതായ ശിക്ഷ അവർക്ക് കിട്ടും. ഇപ്പം എൻ്റെ മോനെൻ്റെ കൂടെ നല്ല വരിയിൽ ഉണ്ടാവട്ടെ, നമ്മളെ കുടുംബം നോക്കാൻ. ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടെ തന്നെ ഉണ്ട്. ആറ് വർഷമായി അങ്ങനെ കണ്ണുനീര് നിൽക്കാതെ എൻ്റെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോനെ ഇല്ലാത്തൊക്കെ അവർക്ക് നല്ല തൂക്കയർ തന്നെ കിട്ടണം, എന്നാലേ ഈ അമ്മക്ക് സന്തോഷമാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടിയിട്ട്. കുറേ നാളെ കാത്തേക്ക് ഉറക്കില്ലാതെ. അച്ഛനും സഹോദരിയും കൂടി കൊച്ചിക്ക് പോയിട്ടുണ്ട്. നല്ല വൈകുന്നേരം പോയത്, രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ എത്തി എന്നിട്ട് വിളിച്ചു. അതിനിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. കൂടെ നിന്നിരുന്ന CK ശ്രീധരൻ, അതിലിപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറേ ആൾ അതിൻ്റെ ഇടയ്ക്ക് കളിച്ചു, എന്നാലും ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. 6 വർഷമായി വീട്ടിൽ ഞാൻ എവിടെയും പോയിട്ടാ. എൻ്റെ മോനെ ഇല്ലാതാക്കിയപ്പോൾ നല്ല ശിക്ഷ കിട്ടണമെന്നില്ല, പ്രാർത്ഥന തന്നെ ഇരുന്നു. ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയി, കല്ലോട്ടമ്മയോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അമ്പലത്തിൽ പോയത്. ഇന്നലെ രാവിലെ പോയി. വിധി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ എല്ലാവരും കൂടി പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊരു കളിയാട്ടക്കാലായിരുന്നു അമ്പലത്തിൽ. ആ സമയത്തായി കൊലപാതകം നടക്കുന്നത്. വീണ്ടും ഇപ്പോൾ ഈ വിധി വരുമ്പോഴും കളിയാട്ടം കഴിഞ്ഞ മാസം തന്നെ അവിടെ എന്ത് ഉത്സവം വരുമ്പോഴും അങ്ങോട്ട് ശ്രദ്ധിക്കണമെന്നേ ഇല്ല. മോൻ്റെ ഓർമ്മ എന്നും വരും. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോട്ടിയില്ലേ. എന്തായാലും കുടുംബത്തിന് പ്രതീക്ഷിക്കുന്നൊരു വിധി വരട്ടെ എന്നാണ്. ഈ അമ്മമാരുടെ വാക്ക് കേൾക്കുന്ന മനസാക്ഷിയില്ലാത്ത CPMകാരല്ലാത്ത മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് തൂക്കുകയറ് കിട്ടാൻ വേണ്ടിയാണ്. 2 ചെറുപ്പക്കാരെയാണ് അവർ ഇല്ലാണ്ടാക്കിയത്, അതും വെട്ടി അരിഞ്ഞിട്ട്. അപ്പം ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇനിയും കരയാൻ കിടക്കുന്നതേയുള്ളൂ. ഇത്രയും കാലം നിങ്ങൾക്ക് സന്തോഷമായിരുന്നു, കാരണം ആ മക്കൾ കാരണം നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരും അതുപോലെ CPM നേതൃത്വവും നിങ്ങൾക്ക് പിൻവാതിലിൽ കൂടി തന്ന സുഖ സൗകര്യങ്ങൾക്ക് നിങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇനിയുള്ള കാലം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ കൃപ കൊണ്ട്, ഇവരുടെ അമ്മയുടെ ആ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങൾക്ക് കരയാനുള്ള ദിവസങ്ങളാണ്. കാത്തിരിക്കുക അതിനായി.